നമസ്കാരം. +2 NOS ചാപ്റ്റർ 10 വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന പോയമാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രോ നമുക്ക് നോക്കാം. ഒരു എസ്സേ എഴുതുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഓതർ ഇൻട്രൊഡക്ഷൻ ആണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Rabindranath Tagore was born in 7th May 1861, Calcutta, India, and he is died on 7th August 1941. അദ്ദേഹം ജനിച്ചതും മരിച്ചതും ഒരേ തീയതികളിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മെമ്മറിയിൽ നമ്മളൊന്ന് ഫീഡ് ചെയ്ത് വെക്കുക. അദ്ദേഹം 1913 നോബൽ പ്രൈസ് സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കായ ഗീതാഞ്ജലി എന്ന വർക്കിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം 1913 നോബൽ പ്രൈസ് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ അദ്ദേഹം തിളങ്ങി നിന്നിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഗ്രേറ്റ് പാട്രിയോട്ട്, പോയറ്റ്, ആസ് എ നോവലിസ്റ്റ്, ഫിലോസഫർ, പെയിൻറ്റർ, പ്ലേ റൈറ്റ്, എസ്സേയിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പൊളിറ്റീഷ്യൻ, മ്യൂസിഷ്യൻ, എക്സെട്ര. ഈ മേഖലകളിലൊക്കെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിരുന്നു. ഇദ്ദേഹം ചോറസാക്കോ എന്ന പ്ലേസിലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാദർ രവീന്ദ്രനാഥ് ടാഗോർ, മദർ ശാരദാ ദേവി. ഇവരുടെ 14ാമത്തെ കുട്ടിയായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ. ഇതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്ന തീം എന്ന് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള സ്റ്റോറിയാണിത്. അദ്ദേഹം ബംഗാളി ലാംഗ്വേജിലാണ് ഇത് എഴുതിയിരുന്നത്. പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്നുള്ള ഒരു ആന്തോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു പോർഷനാണ് നമുക്കിന്നിവിടെ പോയത്തിൻ്റെ രൂപത്തിൽ തന്നിട്ടുള്ളത്. ആന്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് പോയം, കുറേ പോയത്തിൻ്റെ കളക്ഷനാണ് ആന്തോളജി എന്ന് പറയുന്നത്. ഈ പോയത്തിൽ സ്വാതന്ത്ര്യത്തിനെ പറ്റിയും തൻ്റെ രാജ്യത്തിലുള്ളവരെ എങ്ങനെയായിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ചും ദൈവത്തോട് പറയുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്നത്, ദിസ് പോയം വാസ് റിട്ടൺ വെൻ ദ ബ്രിട്ടീഷ് റൂൾഡ് അവർ കൺട്രി. വി വെർ സ്ലേവ്സ് ടു എ ഫോറിൻ പവർ. രവീന്ദ്രനാഥ് ടാഗോർ, ദ ഗ്രേറ്റ് ഇന്ത്യൻ നാഷണലിസ്റ്റ് ആൻഡ് വിഷണറി, wanted India to awaken to a bright dawn of freedom from slavery and our own mental chains. അതായത് ഈ പോയം എഴുതാനുണ്ടായ സാഹചര്യം ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന കാലത്താണ് ഈ പോയം എഴുതിയത്. നമ്മൾ അവരുടെ ഒരു അടിമകളായി ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. അതിൽ നിന്നൊരു ഉണർത്തെഴുന്നേൽപ്പ്, അതായത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അതിനെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ഈ പോയത്തിലൂടെ. നമുക്ക് ഫസ്റ്റ് ലൈനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അദ്ദേഹം ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തിലുള്ളവർ തലയുയർത്തി പിടിച്ച് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയണം. അതായത് ബ്രിട്ടീഷുകാരുടെ മുൻപിൽ അവരുടെ സ്ലേവറി സിസ്റ്റത്തിന് ഒത്തുപോവാതെ നമുക്ക് നമ്മുടേതായ തൻ്റെ അടുത്തോടു കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തലയുയർത്തി ജീവിക്കാൻ നമ്മൾ ആരെയും ഭയക്കേണ്ടതില്ല, അവരോട് പോരാടി ജയിക്കണമെന്നാണ് ആദ്യത്തെ ലൈനിൽ പറയുന്നത്. എന്താണ് സ്വാതന്ത്ര്യം? ഭയമില്ലാതെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി ആരെയും കൂസാതെയുള്ള ജീവിതം, അതായത് ബ്രിട്ടീഷുകാരെ പേടിക്കാനുള്ള ഒരു ജീവിതമാണ് സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏവർക്കും വിദ്യാഭ്യാസം, അതായത് പണ്ടുള്ള കാലത്ത് താഴേക്കിടയിലുള്ളവർ മേലേക്കിടയിലുള്ളവർക്ക് മാത്രമേ വിദ്യാഭ്യാസം, സവർണർ അവർണർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേർതിരിവുണ്ടായിരുന്നു. ഈ ചെറിയവർക്കൊന്നും വിദ്യാഭ്യാസം സ്വീകരിക്കാനോ അതായത് വിദ്യാഭ്യാസം നൽകുവാനൊന്നും ഒരു ധൈര്യമോ അല്ലെങ്കിൽ അതിനൊരു അവകാശമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും പാടില്ല. എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കിട്ടണം, എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം ലഭിച്ച് എല്ലാവരും നല്ല രീതിയിലായിരിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. ഈ ഇടുങ്ങിയ ചിന്താഗതി മൂലം നമ്മുടെ രാജ്യത്തെ പല പോർഷനായിട്ട് ഒരിക്കലും ഡിവൈഡ് ചെയ്യരുത്. അതായത് വിവേചനത്തിൻ്റെ രീതിയിൽ വിവേചന ചിന്ത പാടില്ല. ജാതി, മതം, വർഗം, വർണ്ണം എന്നൊന്നും പാടില്ല. ഒത്തൊരുമയോടുകൂടി ജീവിക്കണം, എല്ലാവരും ഒന്ന് എന്നുള്ള രീതിയിൽ ജീവിച്ചാലേ നമുക്ക് ഈ ഇതിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്നും നമ്മൾ ഇവരുടെ അടിമകളായിട്ട് നമുക്കൊന്നുമില്ലാത്ത രീതിയിൽ ജീവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലുള്ള എല്ലാവരും കള്ളം പറയരുത്, സത്യസന്ധമായ രീതിയിലും ജീവിക്കണം. അതായത് അവനവൻ്റെ കാര്യത്തിന് വേണ്ടി കള്ളം പറഞ്ഞൊന്നും നേടരുത്. വാക്കുകളെല്ലാം, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തികളും ഹൃദയത്തിൽ നിന്നും വരണം. കപടമായതൊന്നും പാടില്ല എന്നാണ് അദ്ദേഹം അടുത്ത ലൈനിൽ പറയുന്നത്.
എല്ലാവരും ശ്രമിച്ചാലേ, ഒത്തൊരുമയോടുകൂടി ശ്രമിച്ചാലേ രാജ്യത്തിനൊരു പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. അതിനായി അവരവരുടെ ജോലികൾ കൃത്യനിഷ്ഠയായിട്ടും പെർഫെക്ഷനായിട്ടും ചെയ്യണം. മടി പിടിച്ച് ലേസി ആയിട്ടൊന്നും അവിടെ ഇവിടെയും ചടഞ്ഞുകൂടി ഇരിക്കരുത്. ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് മാറ്റരുത് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ജോലികൾ അവോയ്ഡ് ചെയ്യരുത്, മടിയെ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അന്ധവിശ്വാസങ്ങൾ മുൻവിധികളോടും ചിന്തിക്കാതെ യുക്തിപരമായ രീതിയിൽ നമ്മളെ നിഷ്ഠകൾ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ശ്രമിക്കണം. അതായത് കുറച്ച് വാക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. സൂപ്പർസ്റ്റീഷ്യസ് അന്ധവിശ്വാസം. സൂപ്പർസ്റ്റീഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധവിശ്വാസം. പ്രെജുഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻവിധി പ്രകാരം, മുൻവിധിയോടുകൂടിയുള്ള ചിന്താഗതി, അതിനെയാണ് പ്രെജുഡൈസ് എന്ന് പറയുന്നത്. ക്ലിയർ സ്ട്രീം എന്ന് പറയുന്നത് യുക്തിപരമായിട്ട്. പിന്നെ ക്ലിയർലി റിസേർട്ട് എന്ന് പറയുന്നത് മുൻവിധിയോട് കൂടിയിട്ടുള്ള, നമ്മളിപ്പോൾ ചിന്തിക്കാതെയൊക്കെ പെരുമാറുന്ന രീതി, മുൻവിധി എടുക്കുക, ഇന്നതാണ് എന്ന് മുൻകൂറിന് തന്നെ നമ്മൾ തീരുമാനിക്കുക, അതിനെയാണ് അങ്ങനെ പറയുന്നത്. റേഷണൽ തിങ്കിങ് ആണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ലോജിക്കായിട്ട് ചിന്തിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണം. ഇത്തരത്തിലുള്ള ചിന്താഗതികളും അന്ധവിശ്വാസങ്ങളൊന്നും പാടില്ല എന്നുമാണ് പറയുന്നത്. മൈൻഡ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഓപ്പൺ മൈൻഡോടുകൂടി വേണം നമ്മളൊരാളെ സമീപിക്കാൻ. അതായത് നാരോ മൈൻഡ് ആയിരിക്കരുത്. നാരോ മൈൻഡ് നല്ലതല്ല, വൈഡായിട്ട് തന്നെ ചിന്തിക്കണം എന്നൊക്കെയാണ് അടുത്ത വരിയിൽ പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് സ്വാതന്ത്ര്യമെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജനങ്ങളെ ഉണർത്തണം, രാജ്യത്തിൻ്റെ പ്രോഗ്രസ് ഉയർത്തണം, ഇതൊക്കെയാണ് അദ്ദേഹം ഈ പോയത്തിലൂടെ പറയുന്നത്. നമുക്കിനി അടുത്ത ചെറിയൊരു ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താ പറയുന്നത് നോക്കാം. ദൈവത്തോട് തൻ്റെ രാജ്യത്തിന് നെഗറ്റീവ് എനർജിയെ കളഞ്ഞ് ജനങ്ങളെ ഉണർത്തണേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു മാർഗം തെളിയിച്ചു കൊടുക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഡെഡ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അന്ധവിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്കൊരു ഡെഡ് ഹാബിറ്റായിട്ട് കൊണ്ടുവരുന്നത്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ കമ്പാരിസൺ ഓഫ് ഡിസേർട്ട് ആൻഡ് സാൻഡ്, അതായത് ഡിസേർട്ടിനും സാൻഡിനെയും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഡിസേർട്ട് എന്ന് പറയുന്നത് ഒരു പുൽനാമ്പുകളൊന്നും ഉണ്ടാവില്ല, വളരെ എന്താ പറയുക, ഉണങ്ങിയൊരവസ്ഥ, ജീവനില്ലാത്തൊരവസ്ഥയായിരിക്കും. ഈ ഡിസേർട്ടിനും സാൻഡിനും പച്ചപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുന്നത്, അന്ധവിശ്വാസത്തെ അതോടൊപ്പം കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റു ചിന്താഗതികളൊന്നും ഉണ്ടാവില്ല, വെറും അന്ധവിശ്വാസം മാത്രം. അത് നമ്മളെ കൂടുതൽ താഴോട്ട് പോവുകയുള്ളൂ, മേലോട്ട് ഒരിക്കലും അടിമത്തത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് പറയുന്നത്, അന്ധവിശ്വാസങ്ങളെയും മറ്റുള്ള ചിന്താഗതികളെയൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മളൊന്ന് ജയിക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. എന്നാലേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് ഹെവൻ ഓഫ് ഫ്രീഡം. അന്ധവിശ്വാസങ്ങളൊന്നുമില്ലാതെ രാജ്യത്തിനൊപ്പം ഒന്നിച്ചു നിൽക്കുന്നതിനെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്, ഹെവൻ ഓഫ് ഫ്രീഡം എന്ന്. ഇത്രയേ ഉള്ളൂ ഈ ലെസൺ. ഒരു ചെറിയൊരു പോയട്രിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി.